ബിഗ് ബോസ് സീസൺ 7 ലൈവ് അപ്ഡേഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാവിലെ അനീഷും ഷാനവാസും ഇരുന്ന് ഗാർഡൻ ഏരിയയിൽ ഊഞ്ഞാലയിരുന്ന് സംസാരിക്കുകയാണ്. അപ്പോൾ അനീഷ് പറയുന്ന ഒരു കാര്യമുണ്ട്, എനിക്ക് ഇവിടെ നിന്ന് പോകാൻ കൂടി തോന്നുന്നില്ല എന്ന രീതിയിൽ അനീഷ് പറയുന്നു. ഷാനവാസ് പറയുന്നത് ദൗത്യം പൂർത്തീകരിച്ച് ഇവിടെ നിന്ന് പോകണം. അപ്പോൾ അനീഷ് പറയുന്നു, എനിക്ക് ഇവിടെ നിന്ന് പോകണമെന്ന് ആലോചിക്കാൻ പോലും പറ്റുന്നില്ല, നിങ്ങളെല്ലാവരും പൊക്കോ, ഞാൻ ഇവിടെ എവിടെയെങ്കിലും കൂടിക്കോളാം എന്ന് അനീഷ് പറയുന്നു. ഷാനവാസ് പറയുന്നു, എനിക്ക് പോകണം, പോയിട്ട് ചെയ്യാനുള്ള കാര്യങ്ങൾ ഓർക്കുമ്പോൾ കൊതിയാകുന്നു, ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനുണ്ട്, ഒരുപാട് കടമ്പകൾ കടന്നാൽ മാത്രമേ ആ കാര്യത്തിലേക്ക് എത്താൻ പറ്റുകയുള്ളൂ എന്ന് ഷാനവാസ് പറയുന്നു. അപ്പോൾ അനീഷ് പറഞ്ഞത്, ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ ഒരിക്കലും ഞാൻ വിചാരിച്ചില്ല ഈ വീടുമായിട്ട് എനിക്ക് ഇത്ര അറ്റാച്ച് ആകുമെന്ന്. അപ്പോൾ ഷാനവാസ് പറയുകയാണ്, ഇനി ഇവിടുത്തെ കാര്യങ്ങളൊന്നും പറയാൻ പറ്റില്ല, ആ ഒരു അവസ്ഥയിലേക്ക് ആയി എന്ന രീതിയിൽ പറയുന്നുണ്ട്. കാരണം വീടിനെ വിട്ടു പോകാൻ, ഈ പറയുന്ന ബിഗ് ബോസ് വീടിനെ വിട്ടു പോകാൻ അനീഷിനോട്ട് മനസ്സില്ല, ഷാനവാസിന് പെട്ടെന്ന് തന്നെ പോവുകയും വേണം എന്നുള്ളൊരു അവസ്ഥയാണ്. അത് കഴിഞ്ഞതിന് ശേഷം ഇവർ കൃഷിയെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ അനീഷിനോട് ഓരോ കാര്യങ്ങൾ ഈ ഷാനവാസ് ചോദിച്ച് മനസ്സിലാക്കുന്നുണ്ട് കൃഷിയുമായി ബന്ധപ്പെട്ട്. അപ്പോൾ അനീഷ് പറയുന്നൊരു കാര്യമുണ്ട്, കൃഷി എന്ന് പറയുന്നത് പലരും വിചാരിച്ചിരിക്കുന്നത് അതൊക്കെ ഒരു ഈസി ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്ന രീതിയിൽ വിചാരിക്കുന്നുണ്ടെന്ന് പറയും. എന്നാൽ അത് ഒരുപാട് കഷ്ടപ്പാട് നിറഞ്ഞൊരു സംഭവമാണെന്നും മഴ പെയ്ത് കഴിഞ്ഞാൽ അത് നഷ്ടപ്പെടുമെന്നും നമ്മൾ മഴ പെയ്യരുതെന്ന് പ്രാർത്ഥിക്കുമ്പോൾ മറ്റുള്ളവർ മഴ പെയ്യണമെന്ന് പ്രാർത്ഥിക്കുമെന്നും ആ ഒരു അവസ്ഥയാണ് ആ ഒരു കൃഷിയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഈ അനീഷ് പറയുന്നത്. പിന്നെ പറയുന്നൊരു കാര്യമുണ്ട്, ഒരു പ്രാഥമിക സെക്ടറാണ് ഈ കാർഷിക മേഖല, അതിനെ ആരും വില തരുന്നില്ല, അതിനെ ആരും അംഗീകരിക്കുന്നില്ല, പലരും അത് പുച്ഛത്തോടു കൂടിയാണ് കാണുന്നത് എന്ന രീതിയിൽ അനീഷ് അവിടെ പറയുന്നുണ്ട്. അപ്പോൾ ഷാനവാസ് പറയുന്നൊരു കാര്യമുണ്ട്, നമ്മൾ കൃഷി ചെയ്ത് വിളവെടുക്കുമ്പോൾ ഉണ്ടാകുന്ന ആ കിട്ടുന്ന ഒരു സന്തോഷം അത് വേറെ തന്നെയാണ് എന്ന രീതിയിൽ ഈ ഷാനവാസ് പറയുന്നു. അപ്പം അനീഷ് അത് തീർച്ചയായും എന്ന് പറഞ്ഞ് അംഗീകരിക്കുന്നുമുണ്ട്. എന്തായാലും രാവിലെ തന്നെ അവരുടെ സംഭാഷണം നല്ല രസമായിരുന്നു കേട്ടിരിക്കാൻ. കൂടുതൽ ബിഗ് ബോസ് ലൈവ് അപ്ഡേഷനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.